ലോക്കൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പോലെ ആയിരിക്കില്ല ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞാൻ പള്ളിയിലച്ചനല്ല പോലീസുകാരനാണെന്ന്. അപ്പോൾ അത്തരത്തിൽ പോലീസ് ആകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് ഈ ഭേദ്യം ചെയ്യലെന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ? അദ്ദേഹം ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയിലെ അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവനും ഒരു എസ് എഴുതിയതാണ്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ആദ്യം അതായിരുന്നില്ല സ്ക്രിപ്റ്റ്. അവിടെ ഷൂട്ട് ചെയ്യുന്നപ്പോഴാണ്, അതാണ് അത്രയും ലൈവാണ്, കറക്റ്റാണ്. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോടതിയും ഹൈക്കോടതി സുപ്രീം കോടതിയും ഈ പോലീസ് സ്റ്റേഷനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെ ഒരുപാട് ലൈവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ലോക്കൽ പോലീസിൻ്റെ ഒരു പരിമിതികൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കേസുകളുടെ ബാഹുല്യം ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള ക്രൈംസ് ഉണ്ടാവും. അപ്പോൾ അത് അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് പറയുകയാണെങ്കിൽ പോലീസുകാരൻ്റെ കയ്യിൽ വരെ ഈ ഒരു ടെസ്റ്റും പാസ്സാവാത്ത പോലീസുകാരൻ്റെ കയ്യിൽ വരെ സാധാരണ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സീനിയർ CPO അവിടെ തൊട്ടാണ് അന്വേഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സായവരെ അന്വേഷിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ളതാണ്. പക്ഷെ അതൊന്നുമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ 30 പോലീസുകാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് കേസ് ഫയലുകളാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയും. പിന്നെ കാരണം ലോ ആൻഡ് ഓർഡർ അവർ തന്നെ നോക്കണം. കേരളത്തിൽ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറും ക്രൈമും ഒരുമിച്ചാണ്. അംഗബലം കുറവാണ്. ക്രൈമും ലോ ആൻഡ് ഓർഡറും മറ്റുള്ളടത്തൊക്കെ സുപ്രീം കോടതി ഇത് പ്രകാരം ഒരുമാതിരി എല്ലാ സ്റ്റേറ്റുകളിലും ഇത് രണ്ട് വിങ്ങാണ്. അപ്പോൾ മന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചാലും അതിനൊന്നും ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല, അത് വേറെ പൊക്കോളും. ഇത് ഒരു മുടക്കില്ലാതെ കറക്റ്റായിട്ട്, കാരണം ഒരു ആളെ ചോദ്യം ചെയ്യുന്നത് പോലും നല്ല ഏകാഗ്രത വേണം, ഒരുപാട് ഏകാഗ്രത വേണം. നമ്മൾ ചോദിക്കുന്ന ആൾ വളരെ ഫ്രീ ആയിരിക്കണം. അത് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ യൂണിറ്റാണ്. യൂണിഫോം ഇല്ലയെന്ന് മാത്രമല്ല, അതിനൊരു പാറ്റേൺ, ഒരു ക്വസ്റ്റ്യനയർ, അതിൻ്റെ രീതികൾ, ഇൻട്രോഗേഷൻ മെത്തേഡ്സ്, അതിനൊക്കെ അവർക്ക് സമയം കിട്ടും. അവർക്ക് ലോ ആൻഡ് ഓർഡർ നോക്കണ്ട, ട്രാഫിക് നോക്കണ്ട, ഒരാളെ സെക്യൂരിറ്റി നോക്കണ്ട, ഇല്ല. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ആ കാര്യം ഒരാളുടെ ഒരു പ്രതി മുന്നിലിരിക്കുകയാണെങ്കിൽ അയാൾ കണ്ണിൽ നോക്കി, ഇപ്പോൾ കുറേ മെത്തേഡ്സ് ഉണ്ട്, ഇപ്പോൾ റീഡ് ടെക്നിക്ക് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അയാൾ പറയാണ്, നീ പറഞ്ഞോളൂ, ഒന്നും നിന്നിപ്പോൾ ചെയ്യുന്നില്ല, നീ പറഞ്ഞോളൂ. പ്രതിയോട് പറയാണ്, സാഹചര്യങ്ങളൊക്കെ നിനക്കെതിരാണ്. കണ്ടതൊന്നും കാണാത്തതെന്നൊക്കെ പറയുന്ന ആളുകൾ മുഴുവനും പറയുന്നതൊക്കെ ചൂണ്ടുന്നത് നിന്നിലേക്കാണ്. ഒരു മെത്തേഡാണത്. പിന്നെ അടുത്ത് നമ്മൾ അവനെ ഒന്നും കൂടി മാനസികമായിട്ട് കൊണ്ടുവന്നിട്ട് പറയും, നിൻ്റെ സ്ഥാനത്ത് ആരായാലും അത് ചിലപ്പോൾ ചെയ്തു പോകും. അത് അവനിലേക്ക് നമുക്കൊരു, അല്ലെങ്കിൽ ഇയാളോട് പറഞ്ഞു ഇയാൾ ഇതോടുകൂടി എൻ്റെ പണി കഴിക്കുമെന്ന് വെച്ചിട്ട് പലരും സ്കിപ്പ് ചെയ്തു പോകും, പറയില്ല. അപ്പോൾ അവർക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണ്, നിൻ്റെ സ്ഥാനത്ത് ഞാനായാലും ചെയ്തു പോകും. മനസ്സിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഇതൊന്നും ലോക്കൽ സ്റ്റേഷനിൽ അവിടെ ഇടിമുറിയൊന്നും ഇല്ല. ഇത് സിനിമയിൽ മാത്രമേ ഇടിമുറിയുള്ളൂ. ഈ ലോക്കപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോക്കപ്പിൽ മുഴുവൻ ക്യാമറയാണ്. ഇപ്പോൾ ഒരാളെ കൊണ്ടുവന്നാൽ തന്നെ പുറത്തിരുത്തുള്ളൂ. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇതുകളും പേഴ്സണൽ ഇതുകളും എല്ലാം കൂടി വെച്ചിട്ട് റിസ്ക് എടുക്കാനൊന്നും പോലീസ് തയ്യാറല്ല. കസ്റ്റോഡിയൽ ഡെത്തുകളൊക്കെ വളരെ കുറവാകുന്നുണ്ട്. അതുകൊണ്ട് വല്ല അസുഖം പിടിച്ച് മരിക്കുകയേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ കാലഘട്ടം. അപ്പോൾ ലോക്കൽ പോലീസ് സംബന്ധിച്ചിടത്തോളം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ഉണ്ടായാൽ മാത്രമാണ്, അതും ഈ സ്പെഷ്യൽ ടീം അന്വേഷിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ വേറെ സ്റ്റേഷനിലെ പോലീസുകാരെ മറ്റുള്ളവർക്ക് അവർക്ക് അവരുടെ പടി കളഞ്ഞിട്ടല്ല വരുന്നത്. അതിൻ്റെ അഡീഷണൽ ബർഡനായിട്ടാണ് സ്പെഷ്യൽ ടീം വരുന്നത്. അപ്പോൾ നേരെ മറിച്ച് ക്രൈംബ്രാഞ്ചിന് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഒരു തെളിയാത്ത ഒരു കേസ്, അപ്പോൾ അത് ഡിസ്കഷൻ വേണം. 2 കുട്ടികൾ 10 വയസ്സും 8 വയസ്സുള്ള, എൻ്റെ കേസല്ല, 10 വയസ്സും 8 വയസ്സുള്ള 2 കുട്ടികൾ തീപ്പൊള്ളലേറ്റ് മരിച്ചു കിടന്നു ബെഡിൽ. ഒരു കേസാണ് ഇത്. ലോക്കൽ പോലീസാണ് അന്വേഷിച്ചിരുന്നെങ്കിലും ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷിച്ചെന്നുള്ള വ്യത്യാസം ഞാൻ ഉപമിച്ച് പറയുകയാണ്. ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ, ഞാൻ SP ആയിരിക്കുമ്പോൾ ADGPയുടെ കോൺഫറൻസ് നടക്കുകയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ സൈമൺ സാറൊക്കെ ഉണ്ട്, നമ്മളെ ഇവിടുത്തെ മലപ്പുറത്തെ കേസൊക്കെ അന്വേഷിച്ച. അപ്പോൾ സൈമൺ സാറിൻ്റെ ഒരു കേസാണത്. അപ്പോൾ എങ്ങനെയാണ് തെളിയിക്കുക? അതിന് സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, 8 വയസ്സും 10 വയസ്സുള്ള കുട്ടികൾ. വെളുപ്പിനൊരു 4 മണി സമയത്താണ് തീ ആളിപ്പടർന്ന് കണ്ടിട്ട് അവരമ്മ അകത്തുനിന്ന് വരികയാണ്. അപ്പം അച്ഛൻ ഈ 4 മണിക്ക് ഒരു അരമണിക്കൂർ, അത് 3:30 ആകുമ്പോൾ അയാൾ ടാപ്പിങ്ങിന് പോകും, റബ്ബർ ടാപ്പിങ്ങിന് പോകും. അപ്പോൾ അയാൾ പോയി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വീട്ടിലെ സാഹചര്യം അറിയുന്ന ആളാണ്. ഇവരൊരു ജനലിൻ്റെ അടുത്താണ് കിടന്ന് ഉറങ്ങുന്നത്. പിള്ളേർ താഴെ പായ വിരിച്ച് കിടക്കുകയാണ്.
ജനലിൽ കൊളുത്ത് ആയിട്ടില്ല, പണി പൂർത്തിയാക്കാത്ത വീടാണ്. അപ്പോൾ ഈ ജനലിലൂടെയാണ് പെട്രോൾ ഒഴിച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് ആർക്കാണ് ഇത്ര വലിയ വൈരാഗ്യം? എങ്ങും എത്തുന്നില്ല അന്വേഷണം. ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ഒരു ഇതും കിട്ടുന്നില്ല, ആരൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് ക്രൈംബ്രാഞ്ച്, അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൽ വരുന്നത് തെളിയിക്കാണ്ടാവുമ്പോൾ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഈ അമ്മയുടെ കാമുകനാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ എന്നും ഇയാൾ 3:30 ആകുമ്പോൾ ടാപ്പിങ്ങിന് പോകുമ്പോൾ ഈ കാമുകൻ ഇവരുടെ അകന്ന ബന്ധു തന്നെയാണ്, ഇയാൾ അകന്ന ബന്ധുവാണ്. അയാൾ കയറി വരും. ഒരു ദിവസം ഈ പിള്ളേർ കണ്ടുപിടിച്ചു അമ്മ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറയും എന്ന് പിള്ളേർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പുറലോകം അറിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മയുടെയും കൂടി കണൈവൻസോട് കൂടി, കൊല്ലാനൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അമ്മ ഈ കാമുകനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാനിനി ആത്മഹത്യ ചെയ്യുകയാണ് നല്ലത്, എനിക്ക് ഇങ്ങനെ മക്കളുടെ മുന്നിൽ മോശമാകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് ഇയാൾ പെട്രോൾ വാങ്ങിച്ചില്ല. അയാൾ ആ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഒരു ബുദ്ധികളാണ് പഴയ കാലത്ത്. ഇതൊരു 5-10 കൊല്ലം മുമ്പുള്ളതാണ്. അയാൾ വേറൊരു ബസ്സിലെ ഡ്രൈവറെ കൊണ്ട് കന്നാസിൽ പെട്രോൾ വാങ്ങിപ്പിച്ചു. എന്നിട്ടാണ് അയാളെ കൊണ്ട് ഒഴിക്കുന്നത്. അപ്പോൾ എന്ത് വെച്ചാണ് ഈ പ്രതി, ഇയാളെന്നറിയാം, കാമുകനാണെന്ന് അറിയാം, അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് സയൻറ്റിഫിക് മെത്തേഡാണ് ഉപയോഗിക്കുക? ആകെ നമുക്ക് കിട്ടാവുന്ന പറയുന്നത് ആ കന്നാസ് ഉണ്ട്. ആ കന്നാസ് നമുക്ക് ലൈവായിട്ട് കിട്ടുകയാണെങ്കിൽ അതും ഒരു ഫിംഗർ പ്രിൻ്റ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ഒരെണ്ണം വെറുതെ പറയാം. അതുകൊണ്ടൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊന്നും കന്നാസൊന്നും കിട്ടിയില്ല, അയാളത് എങ്ങനെയോ മിസ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു എവിഡൻസും ഇല്ല. ഈ അമ്മ ഒരിക്കലും സഹകരിക്കില്ല, പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കില്ല. എനിക്കൊന്നും അറിയില്ല, കഷ്ടമായിപ്പോയി, ചോദിക്കുമ്പോഴേക്കും തല കറങ്ങി വീഴും. അങ്ങനെയുണ്ട് കുറേ പ്രതികൾ, അപ്പോഴേക്കും തല കറങ്ങി വീഴും, സ്ത്രീയും അല്ലേ. അപ്പോൾ അവസാനം ഒറ്റ വഴിയുള്ളൂ. ഇയാൾ A1 എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് 1, ഒന്നാം പ്രതി, ഈ പെട്രോൾ മേടിച്ചു തന്ന ആൾ A2 ആക്കുമ്പോൾ അയാളോട് ചോദിച്ചിരുന്നു, അയാൾക്ക് അറിയാമായിരുന്നു ഈ പെട്രോൾ വാങ്ങിക്കുന്നത് എന്തിനാണ് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. കാരണം അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത ഒരാൾക്ക് പെട്രോൾ കൊടുക്കുമ്പോൾ അയാൾക്ക് അറിയാമായിരുന്നു ഇവരൊരുമിച്ച് മദ്യപിക്കുന്നവരാണ്. അപ്പോൾ അയാളുടെ അറിവോടുകൂടി, കണൈവൻസോട് കൂടി, നോളജോട് കൂടിയിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളെ സാക്ഷിയാക്കാൻ നിവൃത്തിയില്ല, അയാൾ പ്രതിയാണ്. പിന്നെ അയാളാക്കാവുന്ന ഒറ്റ കാര്യമുള്ളൂ, മാപ്പ് സാക്ഷി, അപ്രൂവർ. അത് പലർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അപ്രൂവറിന് വേണ്ട അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവത്തെക്കുറിച്ച് മിക്കവാറും അറിവുണ്ടാവണം, മിക്കവാറും കാര്യങ്ങളിൽ ഫുൾ അറിവുണ്ടാവണം. 2, അയാൾ ഏറ്റവും ചെറിയ എവിഡൻസ് റോളേ ഉണ്ടാവാൻ പാടുള്ളൂ, പ്രതിയായിട്ട് ഏറ്റവും കുറച്ച് റോളേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ കോടതിയിൽ കയറി നമ്മൾ അയാളെ കൊണ്ട് മൊഴി പിടിപ്പിക്കും. അങ്ങനെ കോടതിയിൽ അയാൾ കൺഫസ് ചെയ്യും. അപ്പോൾ അയാളെ അപ്രൂവറായിട്ട് പ്രഖ്യാപിക്കും. ഇത് ചർച്ചയ്ക്ക് വന്നു ADGPയുടെ മീറ്റിങ്ങിൽ. അപ്പോൾ അതിനകത്തൊരു ജൂനിയർ IPS ഓഫീസർ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളൊക്കെ കൺഫേർഡ് അങ്ങനെ മറ്റുള്ള പ്രൊമോട്ടഡ് SPs ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ എന്താണെന്ന് വെച്ചാൽ അയാളെങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക? കാരണം അയാളുടെ അറിവോട് കൂടിയാണ് പെട്രോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊരു തെറ്റായ മെസ്സേജ് അല്ലേ ഉണ്ടാവുക. അത് ഒരു ഭാഗം. 2-ാം ഭാഗം, അയാളെ ഇങ്ങനെ ചെയ്തില്ലേ, മാപ്പുസാക്ഷി ആക്കിയില്ലെങ്കിൽ ഈ കേസ് വിട്ടുപോകും. അപ്പോൾ വലിയൊരു കൊടും ക്രിമിനൽ ചെയ്ത ഒരാൾ സമൂഹത്തിൽ അയാൾ പോകുന്നു, മറ്റാളും വിട്ടുപോകും, രണ്ടുപേരും വിട്ടുപോകണേൽ നല്ലത് ഒരു സാക്ഷിയാണ്. ഇയാളൊരു മാപ്പുസാക്ഷി എന്നുള്ളതിൽ കോടതിയിൽ കയറി അയാൾ ഫുൾ അക്കൗണ്ട് ഓഫ് ദ ഇൻസിഡൻറ്റ് അയാൾ പറയും, അയാൾ പെട്രോൾ വെച്ച് ഞാനാണ്. അപ്പോൾ അത്രയും മെച്ചം സാധാരണ ഈ CBI ഒക്കെ ഒരുപാട് കേസുകളിൽ, ഈ അഭയ കേസിൽ ഒക്കെ ഈ മാപ്പുസാക്ഷിനെ വെച്ചിട്ടാണ് ഒരു കേസ്, ഒരു സാക്ഷികളില്ലെങ്കിൽ മാത്രം, പ്രസക്തമായ സാക്ഷികളില്ലെങ്കിൽ ഇത് വെച്ച് ഇത് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ സമയം ആർക്കും കിട്ടുക? ക്രൈംബ്രാഞ്ചിനെ കിട്ടുള്ളൂ. അതാണ് സമയമെടുത്ത് മനഃശാസ്ത്രപരമായ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ശരിക്കും സൈക്കോളജിക്കൽ ഒരു ഡിറൈവേറ്റീവാണ്. അത് ലോക്കൽ പോലീസിൽ അതിന് സമയം ഉണ്ടാവില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം.